ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹ വന്ദനം. നാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ അതിന്റെ പൂർണ്ണതയിൽ നാം അനുഭവിക്കുമ്പോൾ, പഴയ നിയമത്തിൽ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം തന്റെ ദാസന്മാരെ ഉപയോഗിച്ചു, അവരുടെ മേൽ ആത്മാവിനെ പകർന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാനിടയായിട്ടുണ്ട്. പഴയ നിയമത്തില് ജനത്തിന്റെ നേതൃത്വത്തിന് യഹോവയുടെ ആത്മാവ് ശക്തി നൽകിയിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. യഹോവയുടെ ആത്മാവ് ശക്തി നൽകി എന്നാണ് നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് കഴിയുന്നത്. മോശയെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ അതേ വികാരങ്ങൾ പങ്കിടുവാനും, കഷ്ടം അനുഭവിച്ചപ്പോൾ കഷ്ടം അനുഭവിപ്പാനും, പാപത്താൽ അവൻ ദുഃഖിതനായപ്പോൾ ദുഃഖിക്കുവാനും തക്കവണ്ണം അത്രയ്ക്ക് ദൈവത്തിന്റെ ആത്മാവുമായി മോശ തദാത്മ്യം പ്രാപിച്ചിരുന്നു എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പുറപ്പാട് പുസ്തകം 33:11 ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ തന്നെ 32:19 വാക്യത്തിൽ അവിടെ കാണുന്നത്, അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിന്റെ അടിവാരത്തിങ്കൽ വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. ഇതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് അവിടെ സംഭവിച്ചത് എപ്രകാരമെന്ന് നാം ചിന്തിക്കുമ്പോൾ, ഇത് നിയന്ത്രിക്കാനാവാത്ത വികാരം നിമിത്തമല്ല മോശ അവിടെ കൽപ്പലകകൾ പൊട്ടിച്ചു കളയുവാനായിട്ട് ഇടയായത്. പ്രത്യുത പാപത്തിനെതിരെ നീതിപൂർവമായ കോപം, അതുകൊണ്ടാണ് അപ്രകാരം താൻ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പാപത്തിന് എതിരെ ക്രിസ്തുവും ദൈവിക കോപം പ്രദർശിപ്പിച്ചിട്ടുള്ളത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ അവിടെ പൊൻവാണിഭക്കാരുടെ നാണ്യം തൂകിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു, പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവീൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. അവിടെ ഈ പൊൻവാണിഭക്കാരുടെ മേശയും ആട്, പ്രാവ് മുതലായി വിൽക്കുന്നവരെയൊക്കെ അവിടെ നിന്ന് ചാട്ടവാറെടുത്ത് കർത്താവ് അവരെ അടിച്ചോടിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. മോശ ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതിൽ അവനെ സഹായിക്കേണ്ടതിന് മോശയിൽ ഉണ്ടായിരുന്ന ആത്മാവിനെ കുറെ എടുത്ത് 70 മൂപ്പന്മാരുടെ മേൽ ദൈവം പകർന്നു കൊടുക്കുന്നതായിട്ടും നമുക്ക് സംഖ്യാപുസ്തകം 11:16-17 വാക്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. ഇതെന്തുകൊണ്ടാണ് അപ്രകാരം ചെയ്തത് എന്ന് ചോദിച്ചാൽ, മോശയെ ദൈവം ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുകയായി. തന്റെ സ്വന്തം ശക്തിയാലല്ല ഭാരം വഹിക്കേണ്ടിയിരുന്നത് എന്നും, ആത്മാവിന്റെ ശക്തിയാലാണ് ദൈവം അവനെ വിളിച്ചാക്കിയതെന്നും ദൈവം അത് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. ദൈവം ആത്മാവിനെ അവന്റെ മേൽ പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. ഏത് വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ ആത്മാവിലൂടെ എന്ന് ദൈവം വ്യക്തമായി മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് പലപ്പോഴും മനുഷ്യൻ അവന്റെ ശക്തിയും അവന്റെ കഴിവും മിടുക്കും കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് അനേക വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആത്മാവിന് കീഴടങ്ങാതെ
അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ ഹിതമനുസരിച്ച് മുൻപോട്ട് നീങ്ങുവാൻ കഴിയാത്തതാണ് ഇന്നെവിടെയും പ്രശ്നങ്ങൾക്ക് കാരണം. ഇപ്പോൾ തന്നെ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ചില അനുഭവങ്ങൾ നമ്മൾ കാണുകയാണ്. ഇസ്രയേലും അതേപോലെ ഇറാനും അമേരിക്കയും മറ്റ് പലയിടങ്ങളിലുമൊക്കെ ആയിട്ട് വലിയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വലിയ രാഷ്ട്രങ്ങൾ അവരുടെ ആയുധ ബലത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് നോക്കുന്നു. അല്ലെങ്കിൽ അവർ ദൈവത്തിന്റെ സ്ഥാനത്ത് സ്വയം ഉയരുവാനായിട്ട് നോക്കുന്നു. ചിലപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പലരിത് ബൈബിളുമായിട്ട് കോട്ട് ചെയ്ത് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കണം, ഇസ്രായേലിനോട് ദൈവത്തിന് പ്രത്യേക സ്നേഹമുണ്ടെന്നും അതുകൊണ്ട് ഇസ്രായേലിന്റെ ഒരു പക്ഷം ക്രിസ്ത്യാനികൾ അങ്ങനെയൊക്കെ ആണെന്നും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല അനുഭവങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കോളും. അത് ദൈവം ട്രംപിനെ ഏൽപ്പിച്ചിട്ടില്ല, ആ കാര്യങ്ങൾ നെതന്യാഹുവിനെ ഏൽപ്പിച്ചിട്ടില്ല. ഇതൊക്കെ അവരുടേതായ സ്വയശക്തി കൊണ്ടും അവരുടെ ജഡത്തിന്റെ ആത്മാവ് കൊണ്ടും പോരാടുന്നതാണ് ഇന്ന് പ്രശ്നങ്ങൾക്ക് കാരണം. ഭാവിയിൽ യുദ്ധമുണ്ടാകും, അതൊക്കെ നമുക്കറിയാം. ഹർമഗദോൻ യുദ്ധമുണ്ട്, ഗോഗുമാഗോഗ് യുദ്ധമുണ്ട്, അതൊക്കെ ബൈബിളിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ദൈവമായിരിക്കും. ശത്രുവിനെയും അവന്റെ സൈന്യത്തെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ദൈവം ലോകത്തിന്റെ സൃഷ്ടിപ്പിൽ തന്നെ ആ കാര്യങ്ങളെല്ലാം കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പക്ഷെങ്കിൽ മനുഷ്യൻ അവന്റെ ആയുധബലം കൊണ്ട്, അവന്റെ ജഡീയ ആത്മാവ് കൊണ്ട് പോരാടുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജഡത്തിന്റെ ആത്മാവിൽ പോരാടാതെ ദൈവാത്മാവിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെങ്കിൽ, പഴയ നിയമത്തിലായിരുന്നാലും പുതിയ നിയമത്തിലായിരുന്നാലും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെയുണ്ട്. അത് നേരായ പാതയിൽ നമ്മെ വഴി നടത്തുക തന്നെ ചെയ്യും. ആ ദൈവകരങ്ങളിൽ കീഴ്പ്പെട്ട് മുൻപോട്ട് പോകുവാൻ നമ്മെ തന്നെ ഏൽപ്പിക്കാം. അവിടുന്ന് നമുക്ക് തക്ക സമയത്ത് ആലോചന നൽകി തന്നുകൊണ്ടേയിരിക്കും. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ, അമിതബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ, അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ, ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ.
ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ ധീരതയോടെ നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ.